ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 6 നമ്മൾ കുറെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചില ആളുകളെ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ചില ആളുകളെ ആ ലിസ്റ്റിൽ നിന്ന് വെട്ടിയിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ ഔദ്യോഗിക ടീം ചില ആളുകളെ വെട്ടിയിരിക്കുകയാണ്. അവരെ ബിഗ് ബോസ് സീസൺ 6 സെലക്ട് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഓഡീഷന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മുടെ കോമണൈസിന് വേണ്ടിയുള്ള സെക്കൻഡ് ഓഡീഷന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് ബിഗ് ബോസ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ ഏവർക്കും നിന്ദാസ് ഫ്ലോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം ഈ സെലക്ട് ആയ പുതിയ കുറച്ച് പേരുകൾ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെലക്ഷൻ ലിസ്റ്റുകൾ നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അവസാനം മാർച്ച് 10 തുടങ്ങുന്നെങ്കിലും അവർ 8-ാം തീയതി പേര് വെട്ടി പകരം ഒരാളെ ആക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുമ്പ് വന്ന ലിസ്റ്റുകൾക്കൊക്കെ കുറെ പ്രശ്നങ്ങൾ വന്നു, കുറെ പേരുകൾ ഔട്ടായി, കുറെ ആളുകൾ മറ്റ് ചാനൽസിലൊക്കെ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് അതുവരെയൊക്കെ വെട്ടി മാറ്റി പുതിയൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് സാജൻ സൂര്യയാണ്. സാജൻ സൂര്യനെ നമുക്കറിയാം, നമ്മുടെ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന താരമാണ്. ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ തന്നെ സീരിയലിനകത്ത് അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്. രണ്ടാമതായിട്ട് യമുന റാണിയെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല, ലിസ്റ്റിൽ പേര് കണ്ടാണ്. മൂന്നാമതായിട്ട് അപ്സര ആൽബിനെയും എനിക്ക് വിശദമായിട്ട് അറിയത്തില്ല. ഞാൻ എൻ്റെ നോക്കിയിട്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളായിട്ട് ഞാൻ വരാം. ഇപ്പൊ പേര് കിട്ടി ഞാൻ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മൂന്നാമതായിട്ട് രാജീവ് പരമേശ്വരൻ, അദ്ദേഹത്തെ അറിയാലോ, നമ്മുടെ സാന്ത്വനം സീരിയലിലെ ഹീറോ ആണ്. നാലാമത് ശരണ്യ ആനന്ദിനെ എല്ലാവർക്കും അറിയാം, ആക്ട്രസ് ആണ്. അതുപോലെ തന്നെ പൂജനെയും എനിക്ക് വളരെ വിശദമായിട്ട് എനിക്ക് അറിയത്തില്ല. ഋഷി കുമാർ നമ്മുടെ മുടിയൻ, അതുപോലെ സിദ്ധാർത്ഥ പ്രഭു, അഖിൽ ആനന്ദ്, ഇത്രയും പേരെയാണ് ഒരു കൺഫേം ലിസ്റ്റിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് സാജൻ സൂര്യ, രണ്ടാമത് യമുന റാണി, മൂന്നാമത് അപ്സര ആൽബി, നാലാമത് രാജീവ് പരമേശ്വരൻ, അഞ്ചാമത് ശരണ്യ ആനന്ദ്, ആറാമത് പൂജ, ഏഴാമത് ഋഷി, എട്ടാമത് സിദ്ധാർത്ഥ് പ്രഭു, ഒമ്പതാമത് അഖിൽ ആനന്ദ്. ഈ 9 പേരുടെ ഒരു ലിസ്റ്റ് നമുക്കൊരു 80% ഉറപ്പിക്കാവുന്ന ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റിജക്റ്റ് ചെയ്ത, അതായത് ഇത്രയും നമ്മൾ വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ റിജക്റ്റഡ് ലിസ്റ്റിലേക്ക് പോയ ആളുകൾ, ഒന്ന് ജാസ്മിൻ ജാഫറാണ്. യൂട്യൂബറാണ്, ഇൻഫ്ലുവൻസറാണ്, ബ്യൂട്ടി ബ്ലോഗറാണ്. ജാസ്മിൻ ജാഫറിനെ റിജക്റ്റ് ചെയ്തിരിക്കുന്നു. ശ്രീലക്ഷ്മി അറക്കൽ ആക്ടിവിസ്റ്റ് കാറ്റഗറിയിൽ വരും എന്ന് നമ്മൾ ഉറപ്പിച്ച ആളായിരുന്നു, പക്ഷെ ശ്രീലക്ഷ്മി അറക്കലിനെ റിജക്റ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മല്ലു JD മുകേഷും പലരുടെയും ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ലിസ്റ്റിൽ അദ്ദേഹം ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ബിഗ് ബോസിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ബിഗ് ബോസിന്റെ ലിസ്റ്റിൽ നിന്ന് റിജക്റ്റ് ചെയ്തിരിക്കുന്നു. അടുത്തത് ഷാലു പേയാടിനെ നമുക്കെല്ലാം അറിയാം, ഡോക്ടർ റോബിൻ വിഷയത്തിൽ കത്തിക്കയറിയ ഒരാളാണ്. ഷാലു പേയാടിനെ ആ ലിസ്റ്റിൽ നിന്ന് റിജക്റ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ വീണ മുകുന്ദൻ, വീണയെ നമുക്കറിയാം, ഒരു അവതാരികയാണ്, ജേർണലിസ്റ്റാണ്. വീണയെയും ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇന്നാവാനും ഔട്ടാവാനും 50% ചാൻസിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റ്. അദ്ദേഹത്തെ വേണമെങ്കിൽ ഇന്നും ആക്കാം, ഔട്ടും ആക്കാം. ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ നിലവിൽ 80% സെലക്ട് ആയ അവരുടെ പേര് ഒരിക്കൽ കൂടി പറയാം. സാജൻ സൂര്യ, യമുന റാണി, അപ്സര ആൽബി, രാജീവ് പരമേശ്വരൻ, ശരണ്യ ആനന്ദ്, പൂജ, ഋഷികുമാർ, സിദ്ധാർത്ഥ് പ്രഭു, അഖിൽ ആനന്ദ്. ഈ 9 പേരുടെ പേരാണ് നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന ഒരു 80% കൺഫേം എന്ന് പറയുന്നത്. റിജക്ട് ആയത് ജാസ്മിൻ ജാഫർ, ശ്രീലക്ഷ്മി അറക്കല്, മല്ലു JD മുകേഷ്, ഷാലു പിയാട്, വീണ, ഈ 5 പേരെയും റിജക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സീക്രട്ട് ഏജന്റിന് 50-50 ചാൻസ് ആണ്. 50% വരാനും 50% ഔട്ട് ആവാനുള്ള ചാൻസ് ആണ്. ഇതാണ് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് സീസൺ 6 ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിവരം പുറത്തു വിടുന്നത്. അപ്പോൾ നാളെ ഞായറാഴ്ചയാണ്, നാളെ പുതിയൊരു പ്രമോ വരാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. കാരണം മുൻ മത്സരാർത്ഥികളെ വെച്ചിട്ട് അവർ ഒരുപാട് പ്രമോസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രമോസ് ഒക്കെ വരും മാർച്ച് 10 ഇനിയിപ്പോൾ കറക്റ്റ് ഒരു മാസവും കൂടെ ഉള്ളു ബിഗ് ബോസ് ആരംഭിക്കാൻ. ഒരുപാട് പുതുമുഖങ്ങളായിരിക്കും, കൂടുതലായിട്ടുള്ള എന്റർടൈൻമെന്റ് ആയിരിക്കും ഇതിന്റെ തീം എന്നും പറയുന്നത്. അപ്പോൾ പുതുമുഖങ്ങളായിട്ടുള്ള എന്റർടൈൻമെന്റ് ടീം വെച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ വരാം. അതുപോലെ തന്നെ പഴയ മത്സരാർത്ഥികളുടെ ഒരു പ്രേമോ ഈ ആഴ്ച, അതായത് നാളെ മുതൽ ഉള്ള ദിവസങ്ങളിൽ, നാളെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. നാളെ മുതലുള്ള ദിവസങ്ങളിൽ കൂടുതലായിട്ട് ആ പ്രേമോ വരാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദിസ് ഇസ് ചിന്ത സൈനിങ് ഓഫ്.